ചരിത്രം എഴുതിക്കൊണ്ടാണ് ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിച്ച ആദ്യ സ്കൂൾ കായികമേള സമാപിച്ചത്. അതുപോലെ തന്നെ വീണ്ടും ഈ ചരിത്രങ്ങൾ പിറക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ രണ്ടാം സ്കൂൾ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കായികമേളയിൽ ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് ഇന്നിപ്പോൾ അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യം നമുക്ക് ലഭിച്ചത്. പാലക്കാടിൻ്റെ ഒരു തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ട്രാക്കിൽ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും 3000 മീറ്ററിൽ സീനിയർ ആൺകുട്ടികളുടെയും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരത്തിൽ 4 മത്സരത്തിലും പാലക്കാട് സ്വർണം നേടി. പാലക്കാടിൻ്റെ കരുത്തരായ കായിക താരങ്ങളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ മാഷിലേക്കൊന്ന് പോവാം. പാലക്കാട് തിരിച്ചു വരുവാണ് ട്രാക്കിലേക്കല്ലേ? തീർച്ചയായിട്ടും പാലക്കാട് ഇതുവരെ ഇങ്ങനെയൊരു നേട്ടം ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ 4 ഇനങ്ങളിലും ദീർഘദൂര ഇനങ്ങളിലും 4 സ്വർണം വാങ്ങിച്ച ചരിത്രം ഇന്നേവരെ പാലക്കാട് ജില്ലയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് ജില്ല തിരിച്ചു പിടിക്കും കായിക കിരീടം എന്നുള്ളതിൽ ഞങ്ങൾക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. അതിൽ ഇനിയ എന്ന് പറയുന്ന കുട്ടി ഈ സീനിയർ ഗേൾസിലാണ് മത്സരിച്ചത്. പക്ഷേ 13 വയസ്സ് മാത്രമേ ഉള്ളൂ ആൾക്ക്. ആ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തതാണോ അതോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ബെസ്റ്റ് ചെയ്യാം, അങ്ങനെ നല്ല സാറ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പാലക്കാടിൻ്റെ 2 സ്കൂളുകൾ ഒപ്പം തന്നെ പറളി സ്കൂളും നമ്മൾ ഈ പറയുന്ന കണക്ക് മുൻ വർഷങ്ങളിലേക്ക് കുറച്ച് നാളൊക്കെ മുൻപ് സ്കൂൾ മത്സരങ്ങളിൽ അല്ലെങ്കിൽ കായികമേളകളെല്ലാം നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരായിരുന്നു പറളി സ്കൂൾ. പറളി സ്കൂളിൻ്റെയും ഒപ്പം തന്നെ മുണ്ടൂർ സ്കൂളിൻ്റെയും കുട്ടികളാണ് ഇത്തവണ പാലക്കാടിന് വേണ്ടി സ്വർണ്ണം അടിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നന്നായി ചെയ്യാൻ പറ്റി, ഓടാൻ പറ്റി. നിങ്ങളൊന്നും ഒരു പക്ഷേ ആ ഒരു ഓർമ്മ കാണത്തില്ല. പണ്ട് പാലക്കാടിൻ്റെ പേര് ട്രാക്കിൽ ഭയങ്കരമായിട്ട് കേട്ടിരുന്ന സമയം ഉണ്ടായിരുന്നു, പാലക്കാടൻ കാറ്റെന്നൊക്കെ, പാലക്കാടൻ കരുത്തെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ ആ കരുത്ത് തിരിച്ചു വരുവാണോ? നിങ്ങളിവിടെ ആ കരുത്ത് തിരിച്ചു വരും. നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യണം, അങ്ങനെ എൻ്റെ സാറ് പറയണ പോലെ എല്ലാം കറക്റ്റായി ചെയ്തു. ഒക്കെ സാറായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. പാലക്കാട് വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു വരികയാണ്. ഒപ്പം വിദ്യാർത്ഥികളും അതിൻ്റെ ആ ഒരു ആവേശം, ആ പാലക്കാടിൻ്റെ കരുത്ത് വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരും അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.